ഓം ശ്രീ സായിരാം. ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും സ്വാഗതം. സായി കമ്പാരിസൺസ് പാർട്ട് 27. ഗ്രാമഫോൺ റെക്കോർഡ് എല്ലാം ഒരേ വസ്തു കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ എല്ലാ ഹൃദയങ്ങളും ഒരേ പരമാത്മ ചൈതന്യത്താൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. എല്ലാ ഗ്രാമഫോൺ റെക്കോർഡിലും വരകൾ ഒരുപോലെ കാണപ്പെടുന്നു. സന്തോഷമോ സന്താപമോ എന്ന വരകൾ ഹൃദയങ്ങളിലും ഒരുപോലെ തന്നെയാണ് ഉള്ളത്. റെക്കോർഡിലെ വരകളിലൂടെ ചലിക്കുന്ന സൂചി സൗണ്ട് ബോക്സിലൂടെ ഉച്ചഭാഷിണിയിലൂടെ ശബ്ദമായി വരുമ്പോൾ മാത്രമാണ് സംഗീതം നല്ലതോ ചീത്തയോ എന്ന് തിരിച്ചറിയുവാൻ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. മനുഷ്യനിൽ മനസ്സാണ് ആ സൂചി. അത് സന്തോഷത്തിലൂടെയും സന്താപത്തിലൂടെയും ചലിക്കുമ്പോൾ നിങ്ങളുടെ വികാരം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നു. അതിനനുസരിച്ച് നിങ്ങൾ ആനന്ദമോ നിരാശയോ അനുഭവിക്കുന്നു. സൂചി നല്ല മൂർച്ചയുള്ള മുനയുള്ളതാണെങ്കിൽ മാത്രമേ ശ്രവണസുഭഗമായ സംഗീതം കേൾക്കാൻ സാധിക്കൂ. മൂർച്ചയില്ലാത്ത സൂചിയുടെ മുന അപശബ്ദങ്ങളുണ്ടാക്കി കർണകഠോരമാക്കി തീർക്കും. ലോകത്തിലെ സുഗന്ധമോ ദുർഗന്ധമോ നമ്മിലേക്ക് കൊണ്ടുവരുന്ന കാറ്റുപോലെയാണ് മനസ്സ്. മനസ്സ് ദുഷിച്ചതിലേക്ക് അല്ലെങ്കിൽ ദുർഗന്ധത്തിലേക്ക് തിരിയുമ്പോൾ നിങ്ങൾക്ക് അറപ്പുണ്ടാകുന്നു. മനസ്സ് സുഗന്ധത്തിലേക്ക് തിരിയുമ്പോൾ നിങ്ങൾക്ക് സന്തോഷമുണ്ടാകുന്നു. 4 ദിക്കുകളിൽ നിന്നും മേഘങ്ങളെ സ്വീകരിക്കുന്നത് കാറ്റാണ്. അതുപോലെ മനസ്സ് നിങ്ങളുടെ ബോധമണ്ഡലത്തിലെ തകർന്ന പ്രതീക്ഷകൾ ഉളവാക്കി നിരാശ കൊണ്ടുവരുന്നു. വീണ്ടും എങ്ങനെയാണോ കാറ്റ് കാർമേഘങ്ങളെ അടിച്ചു പരത്തുന്നത്, അതുപോലെ മനസ്സ് സംശയത്തിൻ്റെ ഇരുട്ടിലേക്ക് നിങ്ങളെ എത്തിക്കുന്നു. മനസ്സിനെ നിയന്ത്രിക്കുക. നിങ്ങൾക്ക് സംഘർഷമില്ലാതെ ശാന്തമായി ഇരിക്കാം. അതുതന്നെയാണ് സമാധാനം, ശാന്തിയുടെ രഹസ്യം. ആ വിദ്യയാണ് ആദ്യം മനുഷ്യൻ നേടേണ്ടത്. ഓർക്കുക, ഭൂഗർഭജലം പോലെ ഈശ്വരൻ എല്ലാവരിലും ഉണ്ട്. ഈശ്വരൻ സർവഭൂതാന്തരാത്മാവാണ്, സർവവ്യാപിയാണ്. ഈശ്വരനാണ് ഓരോ ജീവിയിലെയും ആത്മൻ. ഓരോരുത്തരുടെയും ഹൃദയമാകുന്ന ഗുഹയെ പ്രകാശമാനമാക്കുന്നത് ഈശ്വരനാകുന്ന സ്ഫുലിംഗമാണ്. സൂര്യൻ എല്ലാവരിലും ഒരുപോലെ പ്രകാശിക്കുന്നു. ഈശ്വരാനുഗ്രഹവും എല്ലാവരിലും ഒരുപോലെ പതിക്കുന്നു. ഈശ്വരാനുഗ്രഹമാകുന്ന കിരണങ്ങളിലൂടെ ചൂടേൽക്കാതിരിക്കുന്നതിന് തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നത് നിങ്ങളാണ്. നിങ്ങളുടെ അജ്ഞാനത്തിനും മൂഢത്വത്തിനും വിപരീത ബുദ്ധിക്കും ഈശ്വരനെ കുറ്റപ്പെടുത്താതിരിക്കുക. ഭൂമിയുടെ അഗാധതലത്തിലേക്ക് കുഴിക്കുമ്പോൾ ഭൂഗർഭജലം എങ്ങനെയാണോ പുറത്തേക്ക് ഒഴുകുന്നത്, അതുപോലെ നിരന്തരമായ രാമനാമജപം കൊണ്ട് ദിവ്യത്വമാകുന്ന ഉറവിടത്തിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങുവാൻ സാധിക്കും. ഒരു ദിവസം ആ ദിവ്യത്വം കുളിർമയുള്ളതും അന്ത്യമില്ലാത്തതുമായ ആനന്ദമായി പുറത്തേക്ക് പ്രവഹിക്കും. മനസ്സും ബുദ്ധിയും മനുഷ്യൻ്റെ ആന്തരിക അസ്തിത്വമാകുന്ന വണ്ടിയിൽ കെട്ടപ്പെട്ടിരിക്കുന്ന 2 കാളകളാണ്. ഈ കാളകൾക്ക് സത്യം, ധർമ്മം, ശാന്തി, പ്രേമം എന്നീ പാതയിലൂടെ സഞ്ചരിച്ച് പരിചയമില്ല. അതിനാൽ അവ തങ്ങൾക്ക് പരിചിതമായ അസത്യം, അനീതി, ആകാംക്ഷ, വെറുപ്പ് എന്നീ പാതകളിലൂടെ വണ്ടി വലിച്ചുകൊണ്ടു പോകുന്നു. ശരിയായ പാതയിൽ നടക്കുവാൻ അവയെ പരിശീലിപ്പിക്കേണ്ടത് നിങ്ങളാണ്. അപ്പോൾ അവയ്ക്കും വണ്ടിക്കും വണ്ടിയിലിരിക്കുന്ന ആളിനും അപകടം ഉണ്ടാവുകയില്ല.
നിങ്ങളുടെ കുഞ്ഞിൻ്റെ കളികളും കുസൃതികളും കൊഞ്ചലും നിങ്ങൾക്ക് അതിയായ ആനന്ദം നൽകുന്നു. പക്ഷേ നിങ്ങൾ ഗൗരവമായ ഒരു പണിയിൽ മുഴുകിയിരിക്കുമ്പോഴോ മറ്റേതെങ്കിലും അത്യാവശ്യമായ പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുമ്പോഴോ ആ കുഞ്ഞ് കുസൃതി കാണിച്ചാൽ നിങ്ങൾക്ക് ദേഷ്യമുണ്ടാകുന്നു. കുഞ്ഞ് സന്തോഷത്തിനും സങ്കടത്തിനും ഹേതുവാണ്. ആനന്ദം മാത്രം നൽകുന്ന ഒരു വസ്തുവും ഈ ലോകത്തിലില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് നഷ്ടമാകുമ്പോൾ നിങ്ങൾക്ക് ദുഃഖമുണ്ടാകുന്നു. വസ്തുക്കളുടെ സഹജമായ സ്വഭാവം ഇതാണ്. അതിനാൽ സന്തോഷസന്താപങ്ങളുടെ ഉറവിടമായ മനസ്സിനെ ശരിയാക്കേണ്ടതുണ്ട്. മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ട് ദൃശ്യപ്രപഞ്ചത്തിൻ്റെ യഥാർത്ഥ പ്രകൃതം എന്താണെന്ന് കണ്ട് മനസ്സിലാക്കുവാൻ മനസ്സിനെ പരിശീലിപ്പിക്കുക. ലോകം മാറിയാൽ മാറി മാറി ആകർഷകവും അനാകർഷകവുമായി നിങ്ങൾക്ക് തോന്നും. മനസ്സിൻ്റെ നിയന്ത്രണമാണ് ശരിയായ വിദ്യാഭ്യാസം നൽകുന്നത്. മനസ്സിനെ സ്ഥിരമാക്കിയാൽ നിങ്ങൾക്ക് ഈ വിധത്തിലുള്ള ദ്വൈതഭാവങ്ങൾ തോന്നുകയില്ല. ജയ് സായിരാം.